വേദിയിലെത്തുന്നത് എൻ്റെ സുഖയിൽ ഓടിക്കൊണ്ട് വിളിച്ച ഒരു നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന ഇതിൻ്റെ സംഘാടകർ മാഷെ കൊണ്ട് കാണും. അവർക്ക് മാഷ പരിപാടി പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട് ഇത് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇൻവിറ്റേഷനുമായിട്ട് തന്നെ അദ്ദേഹം വന്നപ്പോൾ ഞാനതൊന്ന് എടുത്ത് വായിച്ചു നോക്കി. ആലുവായുടെ വാദമയൂരിന്റെ പേരിലാണ് പങ്കെടുത്തേ പറ്റൂ. കാരണം അത് ഒരു പഴയ ഒരു മോഹൻദാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ അവിടുത്തെ ദീർഘകാലം അധ്യാപകനുമായിരുന്നു. ഞങ്ങളിപ്പോ ആലപ്പുഴയിൽ നിയമിപ്പിച്ച ആര്യന്താമസക്കാരുടെ കോളേജിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. അന്നില്ലാത്തൊരു അനുഭവം പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഇപ്പോഴുണ്ടായിരിക്കും. അത് വേറൊന്നുമല്ല, ജസ്റ്റിസ് സുകുമാരൻ മുതൽ കെ അരവിന്ദാക്ഷം വരെയുള്ള അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഭാരവാഹികളായി നിന്നിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളെ ഇറക്കി. കാരണം ക്ലാസ് കൂടി വേണമാണ്. ഒരർത്ഥവുമില്ലാത്തൊരു സ്വാതന്ത്ര്യമാണ്. കാരണം 4000-ഓളം കുട്ടികൾ പഠിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലായിരുന്ന ആളാണ്. 3600 കുട്ടികളുണ്ട് ഡിഗ്രിക്ക്. ബാക്കി ഡിഗ്രി PG ക്ലാസ്സുകളിലാണ്. അന്നില്ലാതിരുന്ന ഒരു ക്ലാസ് റൂം ക്ഷാമം ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. നോക്കിയപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മുടെ ഇവിടുത്തെ ഭരണകർത്താക്കൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഇതുപോലുള്ള നടപടികളിൽ ബുൾഡോസർ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതേ ആളുകൾ തന്നെയാണ് ഇവിടെ ബുൾഡോസർ രാഷ്ട്രീയം നടപ്പാക്കി. അതിന് എതിർക്കാൻ ഏതെല്ലാം രീതികൾ കിട്ടിയാലും അവിടെയെല്ലാം പോവുക എന്നൊരു നിർബന്ധ ബുദ്ധി എന്റെ മനസ്സിലൊന്നുണ്ടായിരുന്നു. ഈ ബുൾഡോസർ ആണ് പ്രയോഗിച്ചതെന്ന് പറയുന്നത് മറ്റാരുമല്ല, എൻ്റെ വിദ്യാർത്ഥിയായിരുന്ന NS മാധവനാണ്. NS മാധവൻ പല പ്രലോഭനങ്ങൾക്കും വഴങ്ങി നിശബ്ദനായിരുന്നപ്പോൾ ഞാൻ വിളിച്ചതോ തന്റെ പഴയ വിപ്ലവ രീതി അവിടെ പോയി. അയാളുടെ നക്സലൈറ്റ് പ്രസ്ഥാനമായി ആദ്യകാലത്ത് ബന്ധപ്പെട്ടിരുന്ന ആളാണ്. പക്ഷെ പിന്നീട് അതിൽ നിന്ന് ഞങ്ങളെല്ലാം തന്നെ അയാളെ പിന്തിരിപ്പിച്ചു. കാരണം അദ്ദേഹത്തിന് അതിനേക്കാൾ പ്രോമിസിംഗ് ആയിട്ടുള്ള പല കടമകളും രാജ്യത്തിന് വേണ്ടിയില്ല, സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. അങ്ങനെ അയാൾ IAS ആയി ബീഹാറിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു വെച്ചത്. അത് ഇവിടെ വന്നപ്പോൾ കുറച്ച് നാൾ മനോരമയിൽ കയറുമായിരുന്നു. മനോരമയിൽ എഴുതി തുടങ്ങിയപ്പോൾ വിപ്ലവകാരികളെന്ന് പറഞ്ഞു നടക്കുന്ന പറയുമ്പോൾ വല്ലാത്ത വിഷമം. നമ്മൾ മാധവൻ എങ്ങനെ അവിടെ മനോരമയെ പോയിരുന്നു. അങ്ങനെ അയാളെ പതുക്കെ വലിച്ചെടുക്കാൻ നോക്കി എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ കൊടുത്ത് അങ്ങനെ ഒത്തി നിന്നു. അപ്പോഴാണ് ഈ ഭാരത കോളേജിൽ സംഭവങ്ങളാകുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അടിയന്തരാവസ്ഥ അന്നുണ്ടായിരുന്നപ്പോൾ അത് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് അടിയന്തരാവസ്ഥ. ആരംഭം പറഞ്ഞതുപോലെ ഇപ്പോഴുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. ആ ഒരു സംശയവുമില്ല. ഈ ഒരു പ്രഖ്യാപനം ഞാൻ എവിടെ വെച്ച് നടത്താൻ തയ്യാറുമാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ത് തന്നെയായാലും അത് നേരിടാനും തയ്യാറാണ്. ഇത്രയും ആമുഖ പറഞ്ഞുകൊണ്ട് നേരത്തെ ആരംഭ സൂചിപ്പിച്ചു ഒരു കവിയുടെ പേര് കിരൺദാസ് മുരളി എന്ന ശരിയായ പേരിൽ അറിയപ്പെടുന്നതിനേക്കാൾ ഇന്ന് അറിയപ്പെടുന്നത് വേടൻ എന്ന പേരിലാണ്. ആ വേടന്റെ 4 വരി കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമം ദിനപത്രത്തിൽ എഡിറ്റോറിയൽ ഞാനത് കട്ട് ചെയ്തെടുത്തു വെച്ചു. അതിതാണ്:
കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിച്ചു, കൂറ് കെട്ടവൻ മരിച്ചാൽ ഊര് കെട്ടവൻ മരിച്ചു. എത്ര കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നടക്കുന്നത് ഇതിനേക്കാൾ ലളിതമായ ഭാഷയിൽ, ഇതിനേക്കാൾ കൃത്യമായി എത്ര മഹാകവി വന്നാലും വിവരിക്കാൻ പറ്റുന്നത്. അതിന് ഉദാഹരണങ്ങളുണ്ട്. ഈ പോപ്പ് ഗായകനെ പിടികൂടിയത് 6 ഗ്രാം കഞ്ചാവുമായിട്ടാണ്. അപ്പൊ ആ കഞ്ചാവ് എങ്ങനെ വന്നു എന്നുള്ളതിനെ ചോദിച്ചിട്ട് ആ പാവം കവി വിശദമാക്കിയെങ്കിലും പോലീസിന് താല്പര്യപ്പെട്ടില്ല. പോലീസ് ഇയാളുടെ കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ഏതെങ്കിലും ചാർജ് ചെയ്യാവുന്ന ഒരു വകുപ്പാണ്. നോക്കിയപ്പോ അതിന്റെ കഴുത്തിൽ എന്താ ഉരിനഖം തൂക്കിയിട്ട ഒരു 7 വർഷത്തെ തടവാണ്. അതിന്റെ പേരിൽ കേസ് ചടച്ചത്. ചാർജ് ചെയ്തതിന് രേഖയാക്കിയില്ല. അപ്പോഴാണ് അതാ 2 പുലിനകത്തെ വേറെ പാർട്ടി വന്നിരുന്നു. അത് മറ്റാരുമല്ല, സുരേഷ് ഗോപി. കുടുങ്ങിന്റെ സുരേഷ് ഗോപിയുടെ കേസ് ചാർജിയെ അത് കേരളത്തിലെ LDF സർക്കാർ ഒന്നിച്ചു പറയില്ല, LDF സർക്കാർ എങ്ങനെ കേസ് ചാർജ് അങ്ങനെ വേഗം രക്ഷപ്പെട്ടു. പക്ഷെ പോലീസുകാരിനി കുടുങ്ങുമോ എന്നറിയില്ല. ഭരണക്രമം മാറുന്നു. വേടൻ പുലിപ്പല്ലിട്ട മാല ധരിച്ചതിന്റെ പേരിൽ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കഠിന വകുപ്പുകൾ ചുമത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോൾ ആ കേസ് എന്ത് സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടിയില്ല. അതേസമയം നേരത്തെ വേടന്റെ കവിതയിൽ പറഞ്ഞ കാട് വെട്ടിയവരിപ്പോ സുഭിക്ഷമായി കഴിയുകയാണ്. അവർക്ക് ചാനലും നടത്തുന്നു. ഏത് ഞാൻ പറയുന്നില്ല, അവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്. അപ്പൊ ആലോചിച്ചു, മുട്ടിൽ മരം മുറി അതിൽപ്പെട്ട 3 സഹോദരന്മാർ ഉണ്ടാക്കിയതാണ് ഒരു ചാനൽ. എന്റെയും നിങ്ങളുടെയൊക്കെ സ്വത്താണ് കട്ടുമുടിച്ച് ഇങ്ങനെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവരുടെ പേരിൽ നടപടികളൊന്നും ഇല്ല. എത്ര കൃത്യമായിട്ടാണ് വേടന്റെ കവിതകൾ അത് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളാണ് മറ്റുള്ളത്. കാടുവെട്ടി മരം വിറ്റ് ത്രിമൂർത്തികൾ, മുസ്ലിം മരം മുറി, അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ വേടനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കേട്ടപ്പോ എന്നാൽ വേടനെ അങ്ങ് ഏറ്റെടുക്കാം എന്ന് ഭരണം നിയന്ത്രിക്കുന്ന കക്ഷിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ വേടനെ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. സമത്വപൂർണ്ണ മത ജാതി വിരുദ്ധ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ആണ് നടത്താൻ തീരുമാനിച്ചത്. പക്ഷെ അതും പല കാരണങ്ങളും നടക്കാറുണ്ട്. കാരണം ആ പരിപാടി തന്നെ നടന്നില്ല. പിന്നീടാണ് പാലക്കാട്ട് വെക്കാണ്. അവർക്ക് പാലക്കാട്ട് മുനിസിപ്പാലിറ്റി മറ്റോ ഫണ്ട് റേസിങ്ങിനോ ഏതൊരു സംഘടന ഈ പരിപാടി നടത്തിയപ്പോൾ അടിപിടിയും ബഹളവും കുന്തവും കുന്ത്രാണ്ടവും ഒക്കെ ചെറിയാൻ്റെ എല്ലാ പദപ്രയോഗങ്ങളും ഉപയോഗിക്കാവുന്ന ആ പരിപാടി അങ്ങനെ ഒഴിഞ്ഞും കേസും വെക്കാനുമായി നടക്കുകയാണ്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളല്ല സംസ്ഥാനത്ത് നടക്കുന്ന കാര്യം. ഇത് ഞാൻ പറയാൻ കാരണം സാംസ്കാരിക രംഗവും വിദ്യാഭ്യാസ രംഗവും കലാരംഗവുമെല്ലാം ഇത്രയേറെ അതേപോലത്തെ ഒരു കാലഘട്ടം എന്റെ ഓർമ്മയിൽ. ഞാൻ 31 വർഷം അധ്യാപകനായും പ്രിൻസിപ്പലായും
വകുപ്പ് മേധാവിയായി, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി, വിവിധ സർവകലാശാലകളിൽ സെനറ്റ്, സിൻഡിക്കേറ്റ് മുതലായ എല്ലാ സ്ഥാനങ്ങളിലും പങ്കെടുക്കുകയും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ആ ബോഡിയിലെ 9 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നതിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ അനുഭവം ഇതിനു മുമ്പുണ്ടായിരുന്നു. കാരണം ഇത് എല്ലാം ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്, എന്നാൽ ഒന്നുമില്ല. ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു 13 സർവകലാശാലകളിൽ 12 എണ്ണത്തിലും സ്ഥിരം വൈസ്-ചാൻസലർമാരാണ്. 65 ഗവൺമെന്റ് കോളേജുകളുള്ളതിൽ 64 എണ്ണത്തിലും സ്ഥിരം പ്രിൻസിപ്പൽമാർ, എല്ലാവരും ഇൻചാർജ്. എനിക്കറിയാം, മഹാരാജാസ് കോളേജിനെ പോലെ 150 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന കോളേജിൽ 3 വർഷം വിദ്യാർത്ഥിയും 22 വർഷം അധ്യാപകനുമായി ജോലി ചെയ്ത, പ്രിൻസിപ്പളുമായി ജോലി ചെയ്ത എനിക്കറിയാം, ആ കോളേജിൽ ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ ചാർജായിട്ടിരിക്കുന്ന ആളിനേക്കാൾ സീനിയർ ആയിട്ടുള്ള 15 പേര് ആ കോളേജിൽ. അവരെല്ലാം ഭരിക്കുന്നത് ജൂനിയർ ആയിട്ടൊരു പ്രിൻസിപ്പലാണ്. കാരണം സർക്കാരിന് യോജിച്ച ഒരു പ്രിൻസിപ്പൽ സ്ഥാനം അവിടെ വരുന്ന ഒരു പ്രിൻസിപ്പൽ വേണ്ട. പോയിരിക്കുന്നത് അത് ഓട്ടോണമസ് കോളേജാണ്. ഓട്ടോണമി എന്ന് പറയുന്നത് അക്കാദമിക് ഓട്ടോണമി മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ തരത്തിലും ഓട്ടോണമി അവിടെ പ്രയോഗിക്കുകയാണ്. ഒരു ഗുണം കിട്ടിയല്ലോ എനിക്ക്. നേരത്തെ സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഈ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭരണഘടനയെ എഴുതി വെച്ചിട്ടുള്ളതിനെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതേവരെ ഉറപ്പായിട്ടും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, ഏത് ഭരണമായിരുന്നാലും. പക്ഷേ എൻ്റെ പേരിൽ സെക്യൂരിറ്റി നിൽക്കും. എൻ്റെ ഇപ്പോഴത്തെ സ്വകാര്യ നാമം കെ അരവിന്ദാക്ഷൻ എന്നല്ല, അരവിന്ദ് മുഹമ്മദ് ഖാൻ എന്നാണ്. തമാശ പറയുന്നതല്ല. കാരണം ഒരു ദിവസം ഞാൻ രാവിലെ പത്രം എടുത്തപ്പോൾ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഒരു ബാനർ ഇരിക്കുന്നു. മഹാരാജാസ് കോളേജിൽ ബോർഡ് കണ്ട് അതിന് താഴ്ത്താണ് ഈ കോളേജ് നിന്റെ തന്തയുടെ വകയാണ്. ഇതാണ് ഞാൻ തെറ്റിപ്പോയി. ഇതെന്തായിട്ടെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എതിരായ മുദ്രാവാക്യം. ഞാൻ വിചാരിച്ചന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭ അംഗങ്ങളൊക്കെ ആയിട്ട് പൂരരീതിയെ പറ്റിയായിരുന്നു കേരളത്തിൽ. അത് എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി അറിഞ്ഞിട്ടാകാം പ്രതികരിക്കാൻ വേണ്ടി. ഞാൻ ഒരു 11 മണി വരെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ടി വി വെച്ചു. ടി വി വെച്ചപ്പോൾ കോഴിക്കോട് എത്തിയിരുന്നു ഈ പ്രകടന ജാഥ. അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, മുഖ്യമന്ത്രി ചോദിച്ചു, ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ടല്ലോ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഞാൻ ഒന്ന് കണ്ടു, കുട്ടികളല്ലേ. അപ്പം തന്നെ ഞാൻ വന്ന് ഒരു പ്രതിഷേധക്കുറിപ്പെഴുതി മനോരമയ്ക്ക് കൊടുത്തേക്ക്. എൻ്റെ വീട്ടിനടുത്താണ് മനോരമ. പിറ്റേന്ന് രാവിലെ ഞാൻ പിന്നെ അന്വേഷിച്ചില്ല, അത് വിട്ടു. പിറ്റേന്ന് രാവിലെ 5:30 മണിക്ക് ഇത് മൊബൈലിൽ അടിക്കുന്നു. എത്ര വെപ്പിലാണ് വിളിച്ചത്. ആർക്കും എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്തായാലും ഞാൻ എടുത്തപ്പോൾ കാനഡയിൽ നിന്നുള്ള ഒരു കോളാണ്. മഹാരാഷ്ട്രയിലെ പൂർവ്വ വിദ്യാർത്ഥി, എന്നേക്കാൾ പ്രായമുള്ള ഒരാള് കാനഡയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഇത് കണ്ടു. കാരണം അത് എല്ലാ എഡീഷനിലും വന്നിട്ടുണ്ട് മനോരമ. ലാസ്റ്റ് പേജിൽ ഒരു വാർത്തയുടെ സാർ അതൊന്ന് വായിക്കും എന്ന് ഞാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് പേജിൽ പ്രോമിനൻ്റായിട്ട് മനോരമ എൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ വിട്ടു. മനോരമ അങ്ങനെ കൊടുത്തല്ലോ, ഒരു അയൽവാസിയോട് കാണിച്ചൊരു കരുണയാണെന്ന് കാട്ടി സന്തോഷിച്ചിരുന്നു. ഞാൻ അതിൻ്റെ ലേഖകനെ വിളിച്ച് എനിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നിരന്തരം ഫോൺ കോളാണ്. എനിക്ക്
ഫേസുമുണ്ട്, ബുക്കുമുണ്ട്. ഫേസ്ബുക്കില്ല. അതിന്റെ ഗുണമാണെന്ന് വേണമെന്ന് എനിക്കറിയില്ല. ആ ഫേസ്ബുക്കിലോ ഏതാണ്ടൊക്കെ പുതിയ ഏർപ്പാടുണ്ടല്ലോ, അതിനൊക്കെ എന്നെ നിരന്തരം വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ്. അതിൽ ഒരു കമന്റ് എന്റെ പേര് മാറ്റുക, ഇനിമേൽ പ്രൊഫസർ അരവിന്ദാക്ഷനല്ല, അരവിന്ദ് മുഹമ്മദ് ഖാൻ. ഞാൻ സന്തോഷിച്ചു. എന്റെ 2-3 വിദ്യാർത്ഥികൾ കടവന്ത്രം താമസിക്കുന്നുണ്ട്. അവരുണ്ട്, ഒരു 9 മണിയായപ്പോൾ വിളിച്ചു വന്നു. അല്ല സാർ, ഞങ്ങള് സാറ് ഈ വാർത്തയൊക്കെ കേട്ടില്ലേ, കേൾക്കുന്നത് സാറിന് അതുകൊണ്ട് വിഷമം കൊണ്ടുകൊണ്ടു പേര് മാറിയതുകൊണ്ടേ അതറിയാൻ വേണ്ടി ഞാൻ ദുഃഖിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയെന്നുള്ളത് എനിക്ക് സന്തോഷമാണ്. കാരണം അങ്ങനൊരു പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്റെ പേര് സെക്യുലറായില്ലേ, പേരിലെങ്കിലും ഞാൻ സെക്യുലറായില്ലേ. അത്രയും ഭരണഘടനയോട് എനിക്ക് കൂറ് കാണിക്കാൻ കഴിയുന്നത് എന്നോട്ട് ഞാൻ സന്തോഷിക്കുകയാണ്. അവരത് വന്നവരെന്ന് തിരികെ പോവുകയും പിന്നീടൊരു DCC ഒരു മീറ്റിംഗ് വിളിച്ചു, ഇതുപോലൊരു പൊതു പ്രവർത്തകരെയൊക്കെ പറഞ്ഞിരിക്കുന്നു. പിന്നീട് വിളിച്ചു. അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് അനൗൺസ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പേര് ഔദ്യോഗികമായി ഞാൻ സ്വീകരിക്കുമായിരുന്നു, പക്ഷെ നിവർത്തിയില്ല. അങ്ങനെ സ്വീകരിച്ച് എനിക്ക് പെൻഷൻ കിട്ടും. മാത്രമല്ല എനിക്ക് വേറെ വരുമാന മാർഗമില്ല, എനിക്ക് മാസപ്പടി കിട്ടുന്നില്ല. അതേ പറഞ്ഞുകൊണ്ട് അടുത്ത റൗണ്ട് അറ്റാക്കായില്ല. ഇതൊന്നും ഞാൻ നേരിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വന്നിട്ടില്ല. ഇതെല്ലാം എനിക്കിങ്ങനെ ഫോൺ വഴി മറ്റു തരത്തിൽ കിട്ടും. എനിക്ക് വളരെ സന്തോഷമായി. കാരണം അത്രയെങ്കിലുമൊക്കെ സെക്യുലറിസം പേരിലൂടെ പ്രകടിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തണമെന്ന് എന്റെ സുഹൃത്തുക്കളും പറഞ്ഞു. നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ അയക്കുമ്പോൾ എന്റെ ഈ കമ്മ്യൂണിക്കേഷൻ വഴി എന്റെ പേരിൽ അയച്ചേക്കാന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ അവസാനം നടക്കുന്ന കാര്യം. മറ്റന്നാൾ ഒരു ഗാന്ധി ഭവനിലൊരു ചർച്ച സമ്മേളനം നടക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ വിഷയമാണ്. സാമ്പത്തിക വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളതും അനുശാ പറഞ്ഞാണ്. കേരളത്തിലുണ്ടായിരുന്നത് ഡോക്ടർ KN രാജാണ്. അദ്ദേഹം വികസനവും രാഷ്ട്രീയവും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു എന്താ പറയുക നരേറ്റീവ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിന്റെ വികസനമുണ്ട്. വികസനത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വികസനം. അതാണ് വികസനത്തിന്റെ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിന്റെ വികസനവും രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വികസനത്തിന് വേണ്ടിയുള്ള വികസനം. ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും നടക്കുന്ന ഭരണം ഏതാ? രാഷ്ട്രീയത്തിന്റെ വികസനമാണ്. വികസനത്തിന്റെ രാഷ്ട്രീയം. ഇതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്റെ പങ്ക് എന്തായിരിക്കും ഞാൻ ആലോചിക്കുമ്പോൾ അതിനുള്ള ക്ലൂവൊക്കെ ഞാൻ തയ്യാറാക്കി വന്ന ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിന് എനിക്ക് അവസരം തന്ന രീതിയിലാണ് ആദം അയ്യൂബ് തന്നെ അതിന് തുടക്കമിട്ടത്. അതിന് അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ